നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. വരുമാന വർധനവിന് വഴി തേടി സർക്കാർ. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം. സംസ്ഥാനത്തെ വരുമാന വർധനവിന് വഴി തേടി സർക്കാർ. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെടാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഫീസുകൾ പരിഷ്കരിക്കും. നികുതി ഇതര റവന്യൂ വർധനവിന് നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരക്ക് വർദ്ധിപ്പിച്ച ഇനങ്ങൾക്ക് വർധനവില്ല. വിദ്യാർത്ഥികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധനവില്ല. പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തല സമിതി ഉണ്ടാകുമെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഇന്ന്. മുഖ്യമന്ത്രി കപ്പലിനെ സ്വീകരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലിന്റെ ട്രയൽ റൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ വിവാദങ്ങളോടെയാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയുടെ കപ്പലോടിക്കൽ തുടങ്ങുന്നത്. പദ്ധതിയുടെ പിതൃത്വത്തിൽ തുടങ്ങി പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചില്ല എന്നത് വരെ നീളുന്നുണ്ട് വിവാദങ്ങൾ. തൃശൂർ മേയർ BJP സ്ഥാനാർത്ഥിക്കായി വോട്ട് പിടിച്ചു. ഗുരുതര ആരോപണവുമായി VS സുനിൽകുമാർ. തൃശൂർ മേയർ MK വർഗീസിനെതിരെ ഗുരുതര ആരോപണവുമായി VS സുനിൽകുമാർ. MK വർഗീസ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി മേയർ പ്രവർത്തിച്ചില്ലെന്നും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പകർച്ചവ്യാധിയിൽ വിറങ്ങലിച്ച് കേരളം. കോളറ ബാധിതരുടെ എണ്ണത്തിൽ വർധന. സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ വർധനവിൽ ആശങ്ക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരുടെ ഹോസ്റ്റലിൽ കോളറ സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്കും കാസർഗോഡ് ഒരാൾക്കും കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും കോളറയും H1N1 പ്രതിദിനം വർദ്ധിക്കുന്നതായാണ് കണക്ക്. CPIM ഭരിക്കുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട്. ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. CPIM ഭരിക്കുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ച് കോടികളുടെ ക്രമക്കേട് നടത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട്. 2022-2023 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലാണ് ഗുരുതര പിഴവുകൾ കണ്ടെത്തിയത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് കോടതി ഗവർണറേറ്റിനും പബ്ലിക് പ്രോസിക്യൂഷനും കൈമാറി. മോചനത്തിനു ശേഷം റഹീം നാട്ടിലേക്ക് തിരിക്കും. അടുത്ത കോടതി സിറ്റിംഗിൽ മോചന ഉത്തരവ് ഇറങ്ങുമെന്ന്
റഹീമിന്റെ അഭിഭാഷകൻ അറിയിച്ചു. ഭൂഗർഭജലത്തിന്റെ താപനില 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. വെള്ളം കുടിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്ന് പഠനം. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആഴം കുറഞ്ഞ ഭൂഗർഭജല താപനില ശരാശരി 2.1 മുതൽ 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമെന്ന് ഒരു ആഗോള പഠനം വെളിപ്പെടുത്തുന്നു. ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗബ്രിയേൽ റാവുവും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഡിലൻ ഇർവിനും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘം വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ ആഗോള ഭൂഗർഭ താപനില മോഡലിൽ നിന്നാണ് ഈ ഭയാനകമായ പ്രവചനം വരുന്നത്. സെൻട്രൽ റഷ്യ, വടക്കൻ ചൈന, വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ, ആമസോൺ മഴക്കാടുകൾ എന്നിവിടങ്ങളിൽ ഏറ്റവും രൂക്ഷമായ താപനം സംഭവിക്കുമെന്ന് മോഡൽ പ്രവചിക്കുന്നു. ഓസ്ട്രേലിയൻ ഭൂഗർഭജല താപനില ഗണ്യമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ അഗ്നിവീറിന് അർദ്ധസൈനിക വിഭാഗത്തിൽ 10% സംവരണം. സുപ്രധാന തീരുമാനവുമായി കേന്ദ്രം. അഗ്നിവീർ പദ്ധതിയിൽ സുപ്രധാന തീരുമാനവുമായി ആഭ്യന്തര മന്ത്രാലയം. സൈനിക സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അഗ്നിവീറുകളെ അർദ്ധസൈനിക വിഭാഗങ്ങൾ BSF, CISF, CRPF, SSB ഉൾപ്പെടെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിയമനം നടത്താനാണ് തീരുമാനം. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ അഗ്നിവീറുകളുടെ നിയമനത്തിനായി 10% മാറ്റിവെക്കുക. ഇവർക്ക് ശാരീരിക ക്ഷമത ടെസ്റ്റ് ഉണ്ടാകില്ല. പ്രായപരിധിയിലും ഇളവുണ്ടാകും. അഗ്നിവീറുകളുടെ ആദ്യ ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വരെ ഇളവ് നൽകും. 10% ഒഴിവുകൾ മുൻ അഗ്നിവീറുകൾക്കായി സംവരണം ചെയ്യും. മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മഴ കനക്കുന്നു. സംസ്ഥാനത്ത് യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ ശമനത്തിനൊടുവിൽ മഴ വീണ്ടും സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. വടക്കൻ കേരളത്തിലാണ് വ്യാപക മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.